ചലച്ചിത്ര രംഗത്ത് ഏറ്റവും അധികം പരിവർത്തനത്തിന് പാത്രമായ ഒരു മേഖലയാണ് എഡിറ്റിംഗ്. പഴയ മൂവിയോളയിൽ നിന്നും സ്റ്റീൻബെക്കിലേക്കും തുടർന്ന് കമ്പ്യൂട്ടർ എഡിറ്റിങ്ങിൻ്റെ പുതിയ സാധ്യതകളിലേക്കും അത് വികസിച്ചു കഴിഞ്ഞു. സിനിമയിൽ പ്രത്യേകിച്ച് പരസ്യചിത്ര മേഖലയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന എഡിറ്റ് മെഷീനാണ് സ്മോക്ക്. ചെന്നൈയിലെ RGB സ്റ്റുഡിയോയിൽ സ്മോക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് വരെ ഉപയോഗിക്കുന്നു. പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് മലയാളിയായ സുനിലാണ്. നമുക്ക് അദ്ദേഹത്തെ കാണാം, സ്മോക്ക് മെഷീൻ്റെ സാധ്യതകളെക്കുറിച്ച് ആരായാം. ചെന്നൈയിലെ RGB സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്മോക്ക് മെഷീൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. സ്മോക്ക് സാധാരണ ഉപയോഗിക്കുന്നത് കളർ കറക്ഷൻ, കോമ്പോസിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. RGBയിൽ കൂടുതലായിട്ടും ചെയ്യുന്നത് ആഡ് ഫിലിംസാണ്. കേരളത്തിലുണ്ടാവുന്ന ആഡ് ഫിലിംസിൽ ഭൂരിഭാഗവും എഡിറ്റ് ചെയ്യപ്പെടുന്നതും കളർ കറക്ഷൻ ചെയ്യപ്പെടുന്നതും ഒക്കെ RGBയിലാണ്. RGBയിലെ സ്മോക്ക് ആർട്ടിസ്റ്റും ക്യാമറാമാനും ഒക്കെയായ ശ്രീ സുനിൽ സ്മോക്കിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളോട് വിശദീകരിക്കും. സ്മോക്ക് മെഷീൻ എന്ന് പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ധർമ്മം എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഈ എക്യുപ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കും. സ്മോക്ക് എന്ന് പറയുന്നത് അതൊരു ഓൺലൈൻ മെഷീനാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കളർ ഗ്രേഡിങ്, കോമ്പോസിറ്റിംഗ്, പിന്നെ ഇതൊരു ഡിജിറ്റൽ ആർട്ടിഫാക്ട്സ് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മായ്ക്കാനൊക്കെ ഉള്ള അങ്ങനെ എറേസിങ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ആഡ് ഫിലിംസാണ്, മേജർലി കമേഴ്ഷ്യൽസ്. എന്തൊക്കെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും? കളർ ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യാം, പിന്നെ സ്കിന്ന് വർക്ക് ചെയ്യാം. ഇപ്പോൾ സ്കിൻ കമേഴ്ഷ്യൽ ആണെങ്കിൽ സ്കിൻ്റെ ടോണൊക്കെ ചേഞ്ച് ചെയ്യാം, സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാം, സ്കിന്നിലുള്ള ചെറിയ ഈ മാർക്കുകളെ എല്ലാം റിമൂവ് ചെയ്യാം, സ്മൂത്തൻ ചെയ്യാൻ പറ്റും. പിന്നെ കളർ ഗ്രേഡിങ് മീൻസ് എൻ്റർലി ടോൺ മാറ്റാൻ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് ഒറിജിനൽ കളറിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഇപ്പോൾ ലാസ്റ്റ് ഷാംപൂ എന്ന് പറയുന്നത് ഷാംപൂവിൻ്റെ കമേഴ്ഷ്യലായിരുന്നു. ഷോട്ട് ഇൻ ബാങ്കോക്ക് ആക്ച്വലി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഷോട്ട് ആക്ച്വലി. നമുക്ക് വന്ന ഷോട്ട് ഇതാണ്. സോ ഫൈനൽ ഗ്രേഡൊക്കെ ചെയ്ത് ഇത് ഫൈനൽ. അവർക്ക് വേണ്ടത് ബ്ലോണ്ട് ഹെയർ ആണ്, അതാണ് അതിൻ്റെ കമേഴ്ഷ്യലിൻ്റെ. ബ്ലാക്ക് ഹെയർ ആയിരുന്നു. ബ്ലാക്ക് ഹെയർ ബ്ലോണ്ട് ഹെയർ ആക്കണം, കാരണം അവർക്ക് അവരുടെ നീഡ് അതായിരുന്നു. സോ ദെൻ സ്കിൻ എഫക്ട്സ്, സ്കിന്നിൽ ചെറിയ ചെറിയ മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പാവം നമ്മുടെ പെൺകുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് അപ്പൊ ഈ പെണ്ണ് കാണാനൊക്കെ കൊടുക്കുന്ന ഫോട്ടോസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ CGയിൽ സാധാരണ ചെയ്യുന്ന ഈ റോപ്പ് റിമൂവിങ് ഒരു പരിധി വരെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രീൻ മാറ്റ് ഷോട്ട്സ് ഒക്കെ ഇതിലാണ് മാക്സിമം കോമ്പോസിറ്റ് ചെയ്യാറുള്ളത്. ബെറ്റർ കീയിങ് ഒക്കെ ഇനിയും നല്ല ഫിനിഷിംഗ് വിൽ ബി നൈസ്. പാതി പോർഷൻസ് ബാങ്കോക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബാങ്കോക്ക് പട്ടായയിൽ. ബാക്കി പാതി ചെന്നൈയിൽ ഷൂട്ട് ചെയ്ത് മാച്ച് ചെയ്തിരിക്കുന്നത്. ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ ജ്വല്ലറി അവിടെ എടുത്തിട്ട് പോകാൻ പാടായതുകൊണ്ട് ജ്വല്ലറി ഷോട്ടിൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്. സോ അവിടുത്തെ empty പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കോമ്പോസിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഇവൻ ഷോട്ട് ബാക്കിൽ ഫ്ലെക്സ് ആയിരുന്നു. അവിടുത്തെ അന്ന് ഷൂട്ട് ചെയ്യുമ്പോണ്ടായിരുന്ന സ്കൈയും സീയൊക്കെ സ്റ്റിൽ ഇമേജ് എടുത്തിട്ട് അതിൽ ഫ്ലെക്സ് അടിച്ചിട്ട് അതിൽ പെർഫോം ചെയ്തത് മോഡൽ. ബാക്ക്ഗ്രൗണ്ട് ഫ്ലെക്സ് ആയിരിക്കുന്നത്. നമ്മൾ ആ ടോൺ മാത്രം നമ്മൾ ആ ഒറിജിനൽ ഇതിനു വേണ്ടി മാച്ച് ചെയ്തേക്കുന്നുണ്ട്. ഒറിജിനൽ അവർ ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്ത് കൊടുന്നു. ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, അവരവിടെ നിന്ന് ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് സ്റ്റിൽ ഒരു സിംഗിൾ ഫ്രെയിം ഫ്ലെക്സ് എന്നിട്ട് ഫ്ലെക്സാണ് ബാക്ക് സ്വിമ്മിംഗ് പൂളിനകത്ത് ഫ്ലെക്സ് ഇറക്കി വെച്ചേക്കുന്നത് ബാക്കിൽ. അതേ സ്കൈ സ്റ്റിൽ ആ കളർ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പോസ്റ്റിൽ അതിൻ്റെ കളർ ഷൂട്ട് ചെയ്യുന്ന റാമ്പൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തത് കടലിൽ. അവിടെ റാമ്പ് വെച്ച് ഷൂട്ട് ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ ആക്ച്വലി. ഗ്ലാസ് റാമ്പായിരുന്നു. ഗ്ലാസ് റാമ്പ് എല്ലാം റിമൂവ് ചെയ്യാം. ഇതിലിപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ പോർഷൻസ് എല്ലാം ഗ്രീൻ മാറ്റിൽ 24 ഫ്രെയിംസ്, ബാക്ക്ഗ്രൗണ്ടെല്ലാം 2 ഫ്രെയിംസ് എക്സ്പോസിങ്. എല്ലാ ബാക്ക്ഗ്രൗണ്ടും 2 ഫ്രെയിംസാണ്. എല്ലാം ഗ്രീൻ മാറ്റ്. ലൈവ് ലൊക്കേഷനിൽ ഗ്രീൻ മാറ്റ്. ഷോട്ട് ഇൻ മലേഷ്യ. അപ്പോൾ ഈ ഷോട്ടുകൾ മാത്രം, ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രം മലേഷ്യ പോയി ഷൂട്ട് ചെയ്ത് വന്നു.
ഇല്ല, ആർട്ടിസ്റ്റും അതേ ലൊക്കേഷനിലാണ് ലൈറ്റിംഗ് കണ്ടീഷൻ മാച്ച് ചെയ്യാനായിട്ട് സെയിം ലൊക്കേഷൻ തന്നെ ആർട്ടിസ്റ്റിനെ കൂടെ വിട്ട് അതേ സ്ഥലത്ത് തന്നെ ഗ്രീൻ മാറ്റിൽ സെയിം ലെൻസിങ്ങിൽ തന്നെ മാറ്റിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. ആർട്ടിസ്റ്റ് മാത്രം 24 ഫ്രെയിംസും ബാക്ക്ഗ്രൗണ്ട് 2 ഫ്രെയിംസ്. സോ എന്നിട്ട് കോമ്പോസ്റ്റ് ചെയ്യുക സ്മോക്കിൽ. ഫുൾ ആൻഡ് ഫുൾ ഫിനിഷിങ് സ്മോക്കിൽ ചെയ്തത്. ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഉള്ളി വൺ സൈഡാണ് എക്സ്പോസിങ്. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് മാത്രം. ലെഫ്റ്റിൽ തന്നെ ഒരു സെയിം അതേ ആർട്ടിസ്റ്റിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ. അപ്പം ഈ ആർട്ടിസ്റ്റിനെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ ഈ പെൺകുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്യുക. മിറർ ഫ്ലിപ്പിംഗ്, എല്ലാം ഫുൾ മിറർ എഫക്ട്സ്. ഫുൾ വൺ സൈഡ് ഷൂട്ട് ചെയ്തിട്ട് ഈ സൈഡ് അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത്. അല്ല, വൺ സൈഡ് ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് എക്സ്പോസ് ചെയ്യാതിരിക്കും. അല്ല, അത് എക്സ്പോസ് ആവും. അത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത്. ശരിക്കും അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പുറത്താണ് കിടക്കുന്നത്. ആ പെൺകുട്ടി ഇപ്പുറത്ത്, പയ്യനും പെൺകുട്ടിയും ഒരേ മോഷൻ ഫോളോ ചെയ്യുന്നു, ഒരേ ഷോട്ട്. എഡിറ്റിൽ വന്നിട്ട് നമ്മളത് ഫ്ലിപ്പ് ചെയ്ത് ഒരു സമയത്ത് ഒരാളുടെ ഷോട്ട് മാത്രമേ എടുക്കാൻ പറ്റും. എടുക്കുള്ളൂ. അതെ അതെ. ആ സെയിം ലെൻസിങ്ങിൽ വീണ്ടും അടുത്ത ഷോട്ട് എടുക്കുക. ഇതും ആക്ച്വലി ഒരേ സ്ഥലത്താണ് ഇവർ നടക്കുന്നത്. ഒരേ സ്ഥലത്ത് നടക്കുന്നത്, ഫ്ലിപ്പ് ചെയ്ത് ഇപ്പുറത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം രണ്ടുപേരും ഒരുമിച്ചില്ല. അറ്റ് എ ടൈം രണ്ടുപേരും ഒരുമിച്ചില്ല. അറ്റ് എ ടൈം ഒരാളേ ഉള്ളൂ. സെയിം ആക്ഷൻസ് രണ്ടുപേരും വീണ്ടും ഫോളോ ചെയ്യുന്നു. ഒരു സൈഡ്, വൺ സൈഡ് ഓഫ് ക്യാമറ.